മോൾക്കെതിരായ മാസപ്പടി കേസിൽ CPM നേതാക്കൾ ന്യായീകരണ ക്യാപ്സ്യൂളുകളായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുമ്പോഴാണ് ഇടുത്തി പോലെ CPIയുടെ അഭിപ്രായ പ്രകടനം വരുന്നത്. യെസ്, ഈ കാര്യത്തിലും CPMന്റെ നിലപാടിനോട് CPIക്ക് യോജിപ്പില്ല. പൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മാസപ്പടിയിൽ അമർഷം. മാസപ്പടി കേസിൽ വീണ വിജയൻ ഇഡിക്ക് മുന്നിൽ ഹാജരാവേണ്ടി വരുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ കോമ്രേഡ്സ്. പോരാത്തിന് മുഖ്യമന്ത്രി രാജിവെക്കണം, അങ്ങനെ മറ്റു പാർട്ടിക്കാരുടെ വക ഒരാവശ്യം. ഉള്ളിലൊരു ഭയം ഇല്ലാതിരുന്നിട്ടും ന്യായീകരിച്ച് പ്രതിരോധ കോട്ട തീർത്തില്ലേ നമ്മുടെ കോമ്രേഡ്സ്. അതൊന്നും കോടതിയിൽ നിലനിൽക്കുന്നതല്ല. കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വിഫല ശ്രമം നടത്തുകയാണ്. വീണ വിജയന്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ കോമ്രേഡ്സ് ഒക്കെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് സഖാവ് ബിനോയ് വിശ്വത്തിന്റെ എൻട്രി. ഏതെങ്കിലും കമ്പനികൾ അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ അല്ല സാമ്പത്തികമായ കൊടുക്കലുകളും വാങ്ങലുകളും CPI വിഷയമല്ല. വീണ വിജയന്റെ കമ്പനി കാശ് വാങ്ങേ കാശ് കൊടുക്കേ എന്തുട്ടാ ചെയ്തോ, അതിന് ഇമ്മക്ക് എന്താന്നാണ് ബിനോയ് വിശ്വൻ സഖാവ് ചോദിക്കണത്. അയ്യോ സഖാവേ, അങ്ങനെ ചോദിക്കരുത്. വീണ വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും രണ്ടു തന്നെയാണ്. വീണ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. ആ കമ്പനിയുടെ നടത്തിപ്പുകാർക്ക് വേറൊരു കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെട്ടു. വീണ വിജയൻ എന്ന് പറഞ്ഞ ആരാ? മുഖ്യമന്ത്രിയുടെ മോളല്ലേ? ഇങ്ങനെ ലാഘവത്തോടെ കാണാൻ പാടുണ്ടോ? എന്തൊരു കഷ്ടാണ്. ഞങ്ങളുടെ CPI നേതാക്കൾ എന്ത് നിലപാടെടുക്കണോ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും CPIയുടെ നിലപാട്. ശരിയാക്കി തരട്ടാ. ഇതിനെതിരെ ആർക്കും ഒന്നും പറയാനില്ലേ? ഞാൻ സഖാവ് ബിനോയ് വിശ്വത്തിന് മറുപടി പറഞ്ഞാൽ അത് വലിയ വാർത്തയെ അച്ചടിച്ചു വരും. വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയാൻ പാടില്ല. അപ്പൊ വലിയ വാർത്തയാവുന്ന എന്തോ ആണ്. സംതിങ് ബോംബ് ബ്ലാസ്റ്റിക്. എന്നിട്ട് ബോംബ് ബ്ലാസ്റ്റിക് ഒന്നുമില്ല. ബിനോയ് വിശ്വൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതല്ലേ? ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ വളരെ എൻ്റെ സെക്രട്ടറി DYFI ആണ്. DYFIക്ക് അത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്താണ്. മാസപ്പടി കേസിൽ ബിനോയ് വിശ്വത്തിന്റെ നിലപാടിന്റെ കാര്യം ചോദിക്കുമ്പോൾ എന്തിനാ മാസപ്പടി DYFIയുടെ കാര്യം പറയണത്? ഞാൻ സഖാവ് ബിനോയ് വിശ്വത്തിന് മറുപടി പറഞ്ഞാൽ അത് വലിയ വാർത്തയെ അച്ചടിച്ചു വരും. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാണ്ട് ബ്ലിങ്കസ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടാ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒളിയമ്പെറിയാനല്ലേ പറ്റുള്ളൂ. അതെ, കാര്യങ്ങളൊക്കെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കണമെങ്കിലേ തലയിറങ്ങണം. പിന്നെ അല്ല, മുഖ്യമന്ത്രിക്ക് ഒരു കോട്ട ഉണ്ടാക്കിയിട്ട് ആരും ഇവിടുന്ന് പോവാന്ന് വിചാരിക്കണ്ടേട്ടാ. ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറ്റ് അഭ്യാസങ്ങൾ കാണാൻ പോണത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് മാത്രം പാടിയിടുന്ന പോരാട്ടാ, അതിന്റെ മറ്റു വേർഷനും കൂടെ റിലീസ് ചെയ്യണം. ഇതുപോലെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പൂർണ്ണമായ അസംബന്ധം, വേറെ വാക്കില്ല, പൂർണ്ണമായും അസംബന്ധം. കൂടുതൽ വർത്താനൊന്നും വേണ്ട ബിനോയ് വിശ്വൻ സഖാവേ. വന്നപ്പോ നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ കണ്ണിലെ കരടാവുണ്ട്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെ അറിയാത്തവർ, എന്താണ് പാർട്ടി പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാത്തവർ, മനസ്സിലാക്കിയാലും അതിനെ ദുരാക്രമിക്കുന്നവർ, അവർക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെ പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് പാടുന്ന പോലെ മുഖ്യമന്ത്രിയുടെ മോൾക്കും വാഴ്ത്തുപാട്ട് പാടണം. അവര് ഇമാതിരി മാസപ്പടി കേസിലൊന്നും പങ്കാളിയാവില്ല എന്ന് തീർത്ത് പറയണം. അങ്ങനെയുള്ളവരാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാര്. ഇതൊക്കെ എത്ര തവണ പറഞ്ഞു മനസ്സിലാക്കി തരണം, അല്ലേ ശിവൻകുട്ടി സഖാവേ? പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ജനാധിപത്യത്തിന്റെ അർത്ഥം പൂർണ്ണമായും CPIക്ക് അറിയാം, പൂർണ്ണമായിട്ടും അറിയാം. ആ CPIയെ അത് പഠിപ്പിക്കാൻ വേണ്ടി ദയവായി നിങ്ങൾ ആരും പാടുപെടല്ലേ. വന്നപ്പോ മാസപ്പടി കേസിന്റെ ചർച്ച വഴി മാറാണല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല, രണ്ടൂട്ടരെയും കണ്ണിന് നേരെ കണ്ടൂടാ. പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ ആലോചിക്കുമ്പോ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടി മുന്നോട്ട് പോകണല്ലേ. അതിലൊന്നും ഒരു അസൂയം കുശുമ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണും നട്ട് സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ആൾക്കാര് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ബിനോയ് വിശ്വൻ സഖാവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്ന പോലെ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോ മുഖ്യമന്ത്രിനെ വേണ്ട വിധം പരിഗണിച്ച് ന്യായീകരിച്ച് നിൽക്കണം.
അല്ലെങ്കിൽ പണി പിന്നാലെ വരും അവറാച്ച. CPM നേതാക്കന്മാർ പിണറായി വിജയനെ ഭയന്ന് മത്സരിച്ച് പിന്തുണ കൊടുക്കുകയാണ്. ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അപ്പൊ ഇത് എത്ര ദിവസം ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇതെന്തൊരു കഷ്ടാണ്. പാർട്ടി നിലപാടിനെതിരെ സംസാരിച്ചാലും പാർട്ടി നിലപാട് സപ്പോർട്ട് ചെയ്താലും എപ്പോഴും പുച്ഛവും പരിഹാസവും മാത്രം. എപ്പോഴും കളിയാക്കൽ ഏറ്റുവാങ്ങാൻ ഞങ്ങളുടെ ബിനോയ് വിശ്വം സഖാവ് മാത്രം. CPIഎമ്മിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ട് സ്റ്റാറാവാന്ന് വിചാരിച്ചതായിരുന്നു. എന്നിട്ട് പ്രതിപക്ഷത്തുനിന്ന് വരെ പരിഹാസം. സാറില്ലേ ബിനോയ് വിശ്വം സഖാവെ, ബ്രൂവറി പോലുള്ള വിഷയങ്ങളില് നിങ്ങൾ ഇതുപോലെ നിലപാടെടുത്തിട്ട് മുഖ്യമന്ത്രി ഒന്ന് വിളിച്ച് കണ്ണുരുട്ടിപ്പോ മാറ്റി പറഞ്ഞതല്ലേ? അതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കണ്ണത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ മാസപ്പടി കേസിലും LDFനകത്ത് രണ്ടഭിപ്രായം. CPIഎം ഒരു വഴിക്ക്, CPI വേറെ വഴിക്ക്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ബിനോയ് വിശ്വം സഖാവ് ഈ നിലപാട് തന്നെ തുടരോ അതോ ആരെങ്കിലും വിളിച്ച് കണ്ണുരുട്ടുമ്പോ പഴയതിലും ശക്തിയായി വാഴ്ത്തുപാട്ട് ആരംഭിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമ്മൾ കാണാൻ പോണത് എന്തൊക്കെ സംഭവിച്ചാലും അകൽച്ചയിടാൻ പറ്റാത്ത, അറുത്തു മാറ്റാൻ പറ്റാത്ത ഒരു അത്യപൂർവ സൗഹൃദത്തിനെ കുറിച്ചാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് 30 വർഷം തികച്ചതിന്റെ ഭാഗമായിട്ട് ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. മലപ്പുറം പരാമർശമൊക്കെ നടത്തിയിട്ട് വെള്ളാപ്പള്ളി എയറിലാണല്ലോ. സോ എത്രയൊക്കെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി ആ കാര്യത്തിൽ വെള്ളാപ്പള്ളിക്ക് വയറ് നിറച്ചു കൊടുക്കുന്നു പ്രതീക്ഷിച്ച് എല്ലാവരും മുഖ്യമന്ത്രിയുടെ വാക്കിനായിട്ട് കാതോർത്തിരുന്നു. ഒരു സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊക്കി പറയണ ഇങ്ങനൊരു പരിപാടിയല്ലേ, അപ്പൊ പരിപാടിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് നല്ലത് കൊടുക്കാനാവൂല്ലേ? കാര്യം വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. വയറ് നിറച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിനെ ഘോരം പൊക്കി പറഞ്ഞിരിക്കണു. അപ്പോ മലപ്പുറം പ്രത്യേക രാജ്യാണ്, അവിടെ സമാധാനമായിട്ട് ശ്വാസം വലിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞതോ? നവോത്ഥാനത്തിന്റെ പുതിയ വേർഷൻ ആയിരിക്കല്ലേ CM അത്? ആശയങ്ങളും നിലപാടൊക്കെ അവിടെ നിൽക്കട്ടെ, വോട്ട് ബാങ്ക് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂട്ടാ. അല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ട് അവിടുന്ന് വോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അല്ലെങ്കിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ജയത്തിന്റെ കാര്യം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയാണ്. വെള്ളാപ്പള്ളിയുടെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാവ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി ഒരു മഹാനവറുകളാണ്. തീരുന്നില്ല, അദ്ദേഹത്തെ വെള്ള പൂശി ഏഷ്യൻ പെയിന്റ് കൂട്ടിക്കൊണ്ടു കൊടുത്താണ് പെയിന്റ് അടിക്കുന്നത്. അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ്. ലീഗിനെ കുറിച്ച് പറഞ്ഞോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. സോ ജസ്റ്റ് നമ്പർ 2 വെള്ളാപ്പള്ളി നടേശൻ ഓൺ സ്റ്റേജ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 3ാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വെള്ളാപ്പള്ളി നടേശൻ മഹാനായ വ്യക്തിയെന്ന് മുഖ്യമന്ത്രി. ഒന്നും നോക്കണ്ട, അടുത്ത തവണ LDF അധികാരത്തിൽ വരും. പിണറായി വിജയൻ ഇനിയും മുഖ്യമന്ത്രിയാവുന്ന വെള്ളാപ്പള്ളി. എന്തൊരു സ്നേഹം, എന്തൊരു ഒത്തൊരുമ. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രി വക ഗുഡ് സർട്ടിഫിക്കറ്റ്. ചേരേണ്ടതല്ലേ ചേരുള്ളൂ, അങ്ങനെ പണ്ടാരോ പറഞ്ഞത് ഓർമ്മ വരാണ്. ഒന്നുമില്ല പറഞ്ഞെന്നുള്ളോ.